ആകാശവാണി വാർത്താവീക്ഷണം. ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം ഭീകരവിരുദ്ധ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം. തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. ജൂൺ 15 മുതൽ 19 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദേശ പര്യടനത്തിന് വർത്തമാനകാല രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത്. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നിവിടങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്. പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിഡ്സിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി മോദിയും 100ഓളം ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം സൈപ്രസിലെത്തിയത്. പല വിധത്തിൽ പ്രാധാന്യമുള്ളതായിരുന്നു ഈ സന്ദർശനം. 2 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടേക്കെത്തുന്നത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1982 സൈപ്രസ് സന്ദർശിച്ചിരുന്നു. 2002 അടൽ ബിഹാരി വാജ്പേയിയാണ് അവസാനമായി അവിടെ എത്തിയ ഇന്ത്യൻ ഭരണാധികാരി. ഇന്ത്യയും അയൽരാജ്യമായ പാകിസ്ഥാനും തമ്മിൽ അസുഖകരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു മോദിയുടെ പര്യടനമെന്നത് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കശ്മീർ വിഷയത്തിൽ തുർക്കി അനവസരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് ഇന്ത്യയ്ക്ക് രുചിക്കാതിരുന്ന കാര്യമാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ മോദിയുടെ സന്ദർശനം തുർക്കിക്കുള്ള ഒരു സന്ദേശം കൂടിയായിട്ടാണ് മറ്റ് രാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ വിദേശ പര്യടനം കൂടിയാണിത്. ഈ സാഹചര്യത്തിൽ ചരിത്രത്തിലേക്ക് തിരികെ ഒരു നടത്തം കൂടി വേണ്ടിവരും. കാരണം 1974 സൈപ്രസിനെ ഗ്രീസുമായി ലയിപ്പിക്കാൻ തുർക്കി വലിയൊരു സൈനിക ഇടപെടൽ നടത്തിയിരുന്നു. സൈപ്രസ് ദ്വീപിന്റെ വടക്ക് കിഴക്കൻ ഭാഗം തുർക്കി റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്ന പേരിൽ പ്രഖ്യാപനം നടത്തി. തുർക്കി മാത്രമാണ് ഈ സംസ്ഥാനത്തെ അംഗീകരിച്ചിട്ടുള്ളത്. ഇക്കാരണത്താൽ തന്നെ സൈപ്രസിന് തുർക്കിയോട് നീരസവും അമർഷവുമൊക്കെയുണ്ട്. പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് സൈപ്രസ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള അനൽപമായ സൌഹൃദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനം വിലയിരുത്തപ്പെടുന്നുണ്ട്. നയതന്ത്രപരവും രാജ്യസുരക്ഷാ സംബന്ധവുമായ ഈ കാര്യത്തിന് പുറമെ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ ഭരണാധികാരിയുടെ സന്ദർശനത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ രൂപം കൊടുത്ത പദ്ധതിയായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയിലെ സുപ്രധാന കണ്ണിയുമാണ് സൈപ്രസ്. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിക്കാനുള്ള കവാടമാക്കി സൈപ്രസിനെ മാറ്റുക, യൂറോപ്പ്, ദക്ഷിണേഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവരുമായുള്ള ബന്ധം ശക്തവും ദൃഢവുമാക്കുക തുടങ്ങിയ കാര്യങ്ങളും സന്ദർശനത്തിലൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. വിമാനത്താവളത്തിലെത്തിയാണ് നിക്കോസ് ക്രിസ്റ്റോഡൌലിഡ്സ് പ്രധാനമന്ത്രി മോദിയെ സ്വീകരിച്ചത്. മോദിയുടെ സന്ദർശനം ചരിത്രപരവും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അതിരുകളില്ലാത്ത സഹകരണത്തിന്റെ തുടക്കവുമാകുമെന്നാണ് സ്വീകരണത്തിന് ശേഷം പ്രസിഡന്റ് നിക്കോസ് പറഞ്ഞത്. സൈപ്രസിൽ UPI സേവനങ്ങൾ തുടങ്ങാൻ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും യൂറോ ബാങ്ക് ഓഫ് സൈപ്രസും തമ്മിൽ ധാരണയിലായി. ലിമാസോളിൽ വ്യവസായ പ്രമുഖരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. സൈപ്രസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് നൽകി ആദരിച്ചു. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് 2 രാഷ്ട്രനേതാക്കളും വിശദമായ ചർച്ച നടത്തി. വരാനിരിക്കുന്ന ഉഭയകക്ഷി കർമ്മ പദ്ധതി നിരീക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി ഇരു രാജ്യങ്ങളും ഉന്നതതല രാഷ്ട്രീയ സംഭാഷണങ്ങൾ പതിവായി നടത്താനും വിദേശകാര്യ മന്ത്രാലയങ്ങൾ വഴി ഇതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. വ്യാപാര, പ്രതിരോധ മേഖലകളിലെ വിഷയങ്ങളിലും ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. കശ്മീരിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഭീകരവാദത്തെ സൈപ്രസും ഇന്ത്യയും അപലപിച്ചു. ഭീകരവാദത്തിനെതിരെ പോരാടൽ, സൈബർ സുരക്ഷ, പ്രതിരോധ ഉൽപാദനം, സമുദ്ര സുരക്ഷ, പ്രതിസന്ധി പ്രതികരണ ഏകോപനം എന്നിവയിൽ സംയുക്ത നടപടി സ്വീകരിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. 2026 തുടക്കത്തിൽ സൈപ്രസ് യൂറോപ്യൻ യൂണിയൻ കൌൺസിലിന്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം തുടങ്ങിയ പ്രധാന മേഖലകളിലെ പുരോഗതിയെ ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ഇപ്പോൾ നടന്നുവരുന്ന സംഘർഷങ്ങളിൽ ഇരു നേതാക്കളും ആശങ്ക രേഖപ്പെടുത്തി. ഇത് യുദ്ധത്തിന്റെ കാലമല്ലെന്നാണ് സംയുക്ത വാർത്താസമ്മേളനത്തിൽ മോദി അഭിപ്രായപ്പെട്ടത്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് സൈപ്രസ് നൽകുന്ന പിന്തുണയ്ക്ക് മോദി നന്ദി അറിയിച്ചു. സൈപ്രസിന്റെ വടക്കൻ മേഖലയിലെ തുർക്കിയുടെ അധിനിവേശം അവസാനിപ്പിക്കുമെന്ന് ക്രിസ്റ്റോഡൌലിഡ്സ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഇന്ത്യ നൽകി വരുന്ന പിന്തുണയ്ക്കുള്ള നന്ദിയും സൈപ്രസ് പ്രസിഡന്റ് രേഖപ്പെടുത്തി.
സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണപ്രകാരം ജൂൺ 16-17 തീയതികളിൽ നടന്ന G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോദി കാനഡ സന്ദർശിക്കുന്നത്. G7 ഉച്ചകോടിയിൽ തുടർച്ചയായ 6ാമത് തവണയും. ഉച്ചകോടിയിൽ ഊർജ്ജ സുരക്ഷ, സാങ്കേതികവിദ്യ, AI, ഊർജ്ജബന്ധം, ക്വാണ്ടം സംബന്ധിച്ച വിഷയങ്ങൾ എന്നിവയുൾപ്പെടെ പ്രധാന ആഗോള വിഷയങ്ങളിൽ G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിനിധികളുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരുമായും പ്രധാനമന്ത്രി വീക്ഷണങ്ങൾ പങ്കുവച്ചു. വികസ്വര രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകി വിവിധ നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് മോദി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യതലവന്മാരുമായി മോദി നടത്തിയ ചർച്ചകളും പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായിരുന്ന നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഈ സന്ദർശനത്തോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. തിരികെ വിളിച്ച നയതന്ത്ര പ്രതിനിധികളെ ആദ്യഘട്ടമായി ഇരു രാജ്യങ്ങളും മടക്കി അയക്കും. മന്ത്രിതലത്തിലുള്ള ചർച്ചകളിലൂടെ മറ്റു വിഷയങ്ങളിലും പരിഹാരം കണ്ടെത്തും. നിർത്തിവച്ച വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനും ഇരു പ്രധാനമന്ത്രിമാരും ധാരണയിലെത്തി. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രി ആൻഡ്രേ പ്ലെൻകോവിച്ചിന്റെ ക്ഷണപ്രകാരം ജൂൺ 18-ന് പ്രധാനമന്ത്രി മോദി ക്രൊയേഷ്യയിലെത്തി. ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഥമ സന്ദർശനമായിരുന്നു ഇത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമാവുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഥമ സന്ദർശനം. ക്രൊയേഷ്യൻ പ്രധാനമന്ത്രിയുമായി മോദി സുദീർഘമായ ചർച്ച നടത്തി. ക്രൊയേഷ്യൻ പ്രസിഡന്റ് സോറൻ മിലനോവിച്ചിനെയും സന്ദർശിച്ചു. യൂറോപ്യൻ യൂണിയനിലെ പങ്കാളികളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത വ്യക്തമാക്കിയ പ്രധാനമന്ത്രിക്ക് എല്ലാ പിന്തുണയും സഹകരണവും ക്രൊയേഷ്യൻ ഭരണാധികാരികൾ വാഗ്ദാനം ചെയ്തു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭീകരവിരുദ്ധ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം.